ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, കൺമണി പോലെ നമ്മെ കരുതുന്ന, പരിപാലിക്കുന്ന, സ്വർഗീയാലോചന പറഞ്ഞ അനുദിനം നമ്മെ വഴി നടത്തുന്ന പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹത്വമുള്ള നാമത്തിന് എല്ലാ പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ശ്രോതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, അഭിഷിക്ത ദൈവദാസീദാസന്മാരെ, നിങ്ങളെയെല്ലാം എളിയവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. നല്ല കർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചു വന്ന തിരുവെഴുത്തിന്റെ തുടർച്ചയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച ദേശങ്ങളുടെ പൂർവാവസ്ഥയും ദൈവപുത്രൻ വന്നതിനു ശേഷം ആ സ്ഥലങ്ങൾക്കുണ്ടായ മാറ്റവുമാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. ക്രിസ്തു ജനിച്ച ബേത്ലഹേം, അതുപോലെ ദൈവപുത്രൻ വളർന്ന നസ്രത്ത്, ഈ ദേശങ്ങളുടെ പൂർവാവസ്ഥയും ക്രിസ്തുവിന്റെ സാന്നിധ്യം വന്നതിനു ശേഷം അവിടങ്ങളിലുണ്ടായ ശ്രേഷ്ഠമായ അനുഭവങ്ങളുമാണ്, മാറ്റങ്ങളുമാണ്, വ്യത്യാസവുമാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്നത് ദൈവപുത്രന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മൂന്നാമത്തെ സ്ഥലമായ ഗലീലയിൽ തുടങ്ങുകയാണ്. ഗലീല. ക്രിസ്തു തന്റെ അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഗലീലയിലെ കാനാവിലാണല്ലോ. തുടർന്ന് ഗലീല കടലിന്റെ ഇരു കരകളിലുമായിട്ടാണ് അവിടുത്തെ ശുശ്രൂഷയിൽ ഏറിയ പങ്കും നടക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ ലഭിക്കുന്നതിന് മുമ്പുള്ള ഗലീലയെ നോക്കണം. എന്തായിരുന്നു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ലഭിക്കുന്നതിന് മുമ്പുള്ള ഈ ഗലീലയുടെ പൂർവ്വചരിത്രം, പൂർവാവസ്ഥ എന്തായിരുന്നു? അതറിയാൻ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാവാൻ ഇടവന്നു. ശ്രദ്ധിക്കണേ മക്കളെ, ഗലീല എന്ന് പറയുന്നത് നിരവധിയായ പട്ടണങ്ങളും അനേക ഗ്രാമങ്ങളും ഉൾപ്പെടുന്ന വിസ്തൃതമായ ഒരു ഭൂവിഭാഗമാണ്. അതിൽ ചില പട്ടണങ്ങളെക്കുറിച്ച്, ഗലീലയിലെ ചില പട്ടണങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിൽ തന്നെ നാം വായിച്ചല്ലോ. സെബൂലൂൻ ദേശം, നഫ്താലി ദേശം, കടലോരത്തുള്ള ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഗലീല കടലിന്റെ ഇരു കരകളിലുമായിട്ടുള്ള ദേശങ്ങൾ, യോർദാൻ കരയുള്ള ദേശങ്ങൾ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഗലീല. യേശുവിന്റെ കാലത്ത് ഇസ്രയേൽ എന്ന രാജ്യത്തെ 3 പ്രോവിൻസുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഏതൊക്കെയാണത്? യഹൂദ്യ, ഗലീല, ശമരിയ. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിന്റെ, ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ 1/3 ഭാഗമാണ് ഗലീല. മത്തായി പറയുന്നു, ഗലീലയെക്കുറിച്ച് പറയുന്നു, ജാതികളുടെ ഗലീല, ഇരുട്ടിലിരുന്ന ഗലീല, മരണത്തിന്റെ നിഴലിലിരുന്ന ഗലീല. പ്രിയരെ, മത്തായി ഇവിടെ ഉദ്ധരിക്കുന്നത് യെശയ്യാവിന്റെ വാക്കുകളാണല്ലോ. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാവാൻ ഇടവന്നു. അങ്ങനെയാണല്ലോ താൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ യെശയ്യാവ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതയുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. സഹോദരങ്ങളെ, മത്തായി പറഞ്ഞതിനേക്കാൾ വ്യക്തമായി ഗലീലയുടെ പൂർവ്വചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവ് എഴുതിയിരിക്കുന്ന വേദഭാഗത്താണ്. നോക്കൂ, യെശയ്യാവ് പറയുന്നത് എന്താണ് ഗലീലയെക്കുറിച്ച്? കഷ്ടതയിലിരുന്ന ഗലീല, തിമിരം ബാധിച്ച ദേശം, ഹീനത വരുത്തിയ ദേശം, ഇരുട്ടിൽ നടന്ന ദേശം, അന്ധതയുള്ള ദേശം. മത്തായി പറയുന്നു, മരണത്തിന്റെ നിഴലിലിരുന്ന ദേശം, അന്ധതമസിലിരുന്ന ദേശം. ഇതാണ് യേശുക്രിസ്തുവിന്റെ കാലം വരെയുള്ള ഗലീലയുടെ പൂർവ്വസ്ഥിതി. ആമേൻ. ഇനി കുറെ കൂടെ പിറകിലേക്ക് ചിന്തിച്ചാൽ, അതെ മഹാരാജാവായ ശലോമോൻ, സ്തോത്രം, ഈ ശലോമോൻ ഒരിക്കൽ ഹീരാം എന്ന രാജാവിന്, സോർ രാജാവായ ഹീരാമിന് ഈ ഗലീലയിലെ 20 പട്ടണങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു. എന്തിനാണ്? യെരൂശലേം ദൈവാലയം പണിതതിനും അതുപോലെ തന്റെ അരമന നിർമ്മിച്ചതിനുമൊക്കെ അവിടുന്നാണ് പൊന്നും കല്ലും മരവും ഒക്കെ കൊണ്ടുവന്നത്. അതെല്ലാം ചെയ്തതിന്റെ പ്രതിഫലമായി ഒരു സമ്മാനമായിട്ട് കൊടുത്തതാ ഗലീലയിലെ 20 പട്ടണങ്ങൾ. വളരെ സന്തോഷത്തോടെ ഈ സോർ രാജാവായ ഹീരാം ഈ പട്ടണം കാണാൻ വന്നു, ഗലീലയിലെ പട്ടണങ്ങൾ കാണാൻ വന്നു. പക്ഷേ ഗലീലയിലെ ഈ പട്ടണങ്ങൾ ഹീരാമിന് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. താൻ ചോദിച്ചു, സഹോദര, ഈ സ്ഥലം എന്തിന് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്തിനു കൊള്ളാം? ഈ സംഭവം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകുഞ്ഞുങ്ങൾ വായിക്കണം. അങ്ങനെയെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഹീരാം പറഞ്ഞ് മാറ്റിക്കളഞ്ഞ, തള്ളിക്കളഞ്ഞ സ്ഥലമാണ് ഗലീല.
ഒന്നുകൂടെ ചിന്തേ. കഷ്ടതയിലിരുന്ന ഗലീല, ആമേൻ, തിമിരം ബാധിച്ചിരുന്ന ഗലീല, ഹീനതയിലിരുന്ന ഗലീല, ഇരുട്ടിലിരുന്ന ഗലീല, അന്ധതയിലിരുന്ന ഗലീല. മത്തായി പറയുന്നു മരണത്തിന്റെ നിഴലിലിരുന്ന ദേശം, അന്ധതമസിൽ ഇരുന്ന ദേശം. ഇവിടെ ഹീരാം പറയുന്നു ഒന്നിനും കൊള്ളാത്ത സ്ഥലമായ ഗലീല. എന്റെ കുഞ്ഞേ, ഒരു കാലത്ത് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ലോകം പറഞ്ഞതാ, ഇവനെ എന്തിനു കൊള്ളാം, ഒന്നിനും കൊള്ളാത്തവൻ, കഴിവില്ലാത്തവൻ. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും പറഞ്ഞിട്ടില്ലേ, പ്രാപ്തിയില്ലാത്തവൻ, യാതൊന്നിനും കഴിവില്ലാത്തവൻ. എന്തെല്ലാമായിരുന്നു അഭിപ്രായങ്ങൾ. പക്ഷേ കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ, സ്ഥിതി മാറിയില്ലേ മക്കളെ, അവസ്ഥയാകെ മാറിയില്ലേ. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ലോകം തള്ളിക്കളയുന്ന ദേശങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ പണിതെടുക്കുന്ന കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുകയാണ്. ഇരുട്ടിൽ കഴിയുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന കർത്താവ്, ഹീനതയിലിരിക്കുന്നവരെ മാനപാത്രമാക്കി മാറ്റുന്ന കർത്താവ്, കഷ്ടതയിലിരിക്കുന്നവരുടെ ചുണ്ടിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന നല്ല കർത്താവ് ഗലീലയുടെ സ്ഥിതി മാറ്റി. വിശ്വസിക്കുക മക്കളെ, ദൈവം നിന്റെ സ്ഥിതിയും മാറ്റും. ആമേൻ. അതെ മക്കളെ, എന്നും നീ ഇങ്ങനെ ഇടുങ്ങിയിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നും ഇങ്ങനെ നിരാശയുടെ കരിമ്പടം പുതച്ച് കഴിഞ്ഞുകൂടാൻ ദൈവം അനുവദിക്കത്തില്ല. ചോര ചീന്തി നിന്നെ വീണ്ടെടുത്തവൻ മക്കളെ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഗലീലയുടെ ഇരുട്ട് മാറി എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ നിഴൽ മാറി, തിമിരം മാറി, ഹീനത മാറി, കഷ്ടത മാറി. ആമേൻ. ദൈവപുത്രന്റെ ദേശത്ത് വന്നപ്പോഴുണ്ടായ മാറ്റം കണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കുഞ്ഞേ, ഈ കർത്താവ് നിന്റെ വീട്ടിൽ വന്നാൽ സ്ഥിതി മാറും. വീട്ടിലെ ഇരുട്ട് മാറും, നിരാശയുടെ ഇരുട്ട് മാറും, കഷ്ടതയുടെ ഇരുട്ട് മാറും, കണ്ണുനീരിന്റെ ഇരുട്ട് മാറും, ദുഷ്ടപിശാച് അവൻ പരത്തുന്ന ഇരുട്ട് മാറും. യേശുക്രിസ്തു അഭിഷിക്തനെ താങ്കളുടെ സഭയിൽ വന്നാൽ സ്ഥിതി മാറും. അവൻ കുഞ്ഞേ, ലോകരക്ഷകൻ വരുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദൈവപുത്രൻ ഗലീലയിൽ മനുഷ്യ ഹൃദയങ്ങളെ ഉഴുതുമറിച്ചുകൊണ്ട് സത്യസുവിശേഷത്തിന്റെ വിത്ത് വിതച്ചു. എന്താ പരിണിതഫലം? മരണത്തിന്റെ ഇരുട്ട് മാറി, തിമിരം മാറി, ഹീനത മാറി, കഷ്ടത മാറി. അതേ മക്കളെ, ഇന്നും സത്യസുവിശേഷം വിതയ്ക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ഇരുട്ട് മാറുകയാണ്. ജനം സത്യവെളിച്ചം കാണുകയാണ്. അവരുടെ കഷ്ടതയും ഹീനതയും ദൈവം എടുത്തു മാറ്റുകയാണ്. ലോകരക്ഷകനായി കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ദൈവത്തിന്റെ പൈതലെ, താങ്കളുടെ പൂർവ്വകാലം എന്തുമായിരിക്കട്ടെ, എത്ര ഇരുട്ടിലും ആയിരിക്കട്ടെ, ഹീനതയിലായിരിക്കട്ടെ, കഷ്ടതയിലായിരിക്കട്ടെ, മരണത്തിന്റെ നിഴലിലായിരിക്കട്ടെ, സാരമില്ല. എന്റെ കർത്താവിനത് പ്രശ്നമല്ല മക്കളെ. ദൈവപുത്രൻ നിന്റെ ഉള്ളിൽ വന്നാൽ, ഹല്ലേലൂയ, ദൈവപുത്രൻ നിന്റെ ഉള്ളിൽ വന്നെങ്കിൽ സ്ഥിതി മാറും, ഇരുട്ട് മാറും, കഷ്ടത മാറും, മരണത്തിന്റെ നിഴൽ മാറും. വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയാണ്. ഇനി നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാലാമത്തെ സ്ഥലം കാൽവരിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സ്ഥലം ഗോൽഗോഥാ മല. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കൂ. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നും പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ആമേൻ. നിത്യതയുടെ വിത്തായ ദൈവപുത്രൻ ഇതാ ക്രൂശും ചുമന്നുകൊണ്ട് ഗോൽഗോഥ കുന്നിന്റെ മുകളിലേക്ക് വെച്ചും വിറച്ചും കടന്നു പോകുന്നു. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശ് ഉയരുന്നതിന് മുമ്പുള്ള ഗോൽഗോഥായെ എങ്ങനെയാണ് ലോകം വിളിച്ചിരുന്നത്? തലയോടിടം. ഗോൽഗോഥ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തലയോടിടമെന്നാണ്. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? തലയോട്ടിമല. കാരണം മനുഷ്യന്റെ തലയോടിന്റെ ആകൃതിയിലുള്ള ഒരു മല. വഴിപോക്കർ അവിടേക്ക് നോക്കാൻ പോലും മടിച്ചിരുന്ന, ഭയന്നിരുന്ന ഒരു ദേശം. ഹല്ലേലൂയ. പക്ഷേ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഉയർന്നു കഴിഞ്ഞപ്പോൾ മുഴു ലോകവും പ്രാർത്ഥനയോടെ തല ഉയർത്തി നോക്കുന്ന സ്ഥലമായി ഈ ഗോൽഗോഥ മാറി. ആമേൻ. യേശുവിന്റെ ക്രൂശ് ഉയരുന്നതിന് മുമ്പ് ഈ മലയെ മനുഷ്യൻ ഭയത്തോടെ നോക്കിയിരുന്നെങ്കിൽ യേശുവിന്റെ ക്രൂശ് ഉയർന്ന ശേഷം മനുഷ്യർ ഭയം മാറാൻ വേണ്ടി നോക്കുന്ന ഇടമായി ഗോൽഗോഥ മാറി. ആമേൻ. വാത്സല്യ ദൈവവൈതലേ, ക്രിസ്തുവിന്റെ ക്രൂശ് അഥവാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ ഭയത്തെ മാറ്റുന്നതാണ്. സ്തോത്രം.
ഏത് വിഷയത്തിലാണ് മക്കളെ നീ ഭയപ്പെടുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്നെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കും. കടഭാരമാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? സാമ്പത്തിക ബാധ്യതയാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? അവൻ രോഗത്തിന്റെ കാഠിന്യമാണോ നിന്നെ ഭയപ്പെടുന്നത്? പൈശാചിക വ്യാപാരങ്ങൾ വെല്ലുവിളിക്കുന്നതാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? ഭാരപ്പെടണ്ട. നിന്റെ ഭയം മാറാൻ ഒരു സ്ഥലമുണ്ട്. കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുക. അവങ്കലേക്ക് നോക്കിയവരുടെ ഭയം മാറിയിട്ടുണ്ട്. അവരുടെ മുഖം പിന്നെ വാടാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. സാമ്പത്തിക ബാധ്യത നാശത്തിലെത്തിമെന്ന് ഭയപ്പെടുന്ന ജീവിതമേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്നെ ആ ഭയത്തിൽ നിന്ന് വിടുവിക്കും. യെസ്, ആമേൻ. അതിനുള്ള വഴി ദൈവം തുറക്കും. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവത്വം തുറക്കും. ഹല്ലേലൂയ. നീ ചിന്തിച്ചിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത, നീ മനസ്സിന്റെ കോണിൽ പോലും നനഞ്ഞിട്ടില്ലാത്ത വഴി, നന്മയുടെ വഴി, നിന്റെ ബാധ്യതകൾ പൂർണ്ണമായി തീരുവാനുള്ള വഴി എന്റെ ദൈവം തുറന്നു തരും. നിന്റെ ഭയം ദൈവം മാറ്റും യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദഗ്ധരായ ഡോക്ടർമാർ രോഗം സ്ഥിരീകരിച്ചല്ലേ, അതുകൊണ്ട് ഭയന്നിരിക്കുക അല്ലേ? ദൈവത്തിന്റെ പൈതലേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്നെ മരണഭയത്തിൽ നിന്ന് വിടുവിക്കും. ആമേൻ. അതേ മക്കളെ, ആധുനിക വൈദ്യശാസ്ത്രം നിസ്സഹായതയോടെ കൈമലർത്തിയോ, പരമവൈദ്യൻ നിന്നെ സൗഖ്യമാക്കും. വ്യക്തി ജീവിതങ്ങളിൽ നിന്നും മരണഭയം അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എടുത്തുമാറ്റിയതാ. അവൻ കുഞ്ഞേ, അവൻ അടുത്ത പരിശോധനാ റിസൾട്ട് വരുമ്പോൾ നീ മനസ്സിലാക്കാൻ പോകുക, കർത്താവ് നീ ഭയന്ന വിഷയത്തെ എടുത്തുമാറ്റി. യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവപുത്രന്റെ ആ മരണം, ക്രൂശിലെ മരണം, അവൻ ദൈവപുത്രന്റെ മരണം എന്തായിരുന്നു? ശരിക്കും മരണത്തിന്റെ അധികാരിയായി പിശാചിന്റെ തല കാൽവറിയിലെ ക്രൂശിൽ തകർക്കുകയായിരുന്നു. അവൻ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി മരണഭീതിയുടെ ആവശ്യമില്ല. കാൽവറിയിലെ ക്രൂശ് നിന്റെ മരണഭീതി മാറ്റി. ഗോൽഗോഥാ മലയിൽ ഉയർന്ന യേശുവിന്റെ ക്രൂശ് നിന്റെ മരണഭീതിയെ മാറ്റുന്നതാ. യേശുവിന്റെ നാമത്തിൽ തിരുവചനം പറയുന്നു, മരണഭീതിയിൽ കഴിഞ്ഞിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. തന്റെ മരണത്താൽ മക്കളെ നിന്റെ മരണം എന്റെ ദൈവം നീക്കി. മരണഭീതിയിൽ നിന്ന് നിന്നെ വിടുവിച്ചു. ആമേൻ. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ മക്കളെ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മരണത്തെ നോക്കി നിനക്ക് പുഞ്ചിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് കർത്താവിന് തന്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയാവോ? മക്കളെ, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയില്ലേ. ഭ്രമിച്ചു നോക്കണ്ട മക്കളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, ഞാൻ നിന്നെ ശക്തീകരിക്കില്ലേ, ഞാൻ നിന്നെ സഹായിക്കില്ലേ, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങത്തില്ലേ മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. പുനരുത്ഥാനം ചെയ്ത കർത്താവ് പല പ്രാവശ്യം തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോഴെല്ലാം ദൈവപുത്രൻ പറഞ്ഞത് എന്താണ്? അവരോട് പറഞ്ഞ വാക്കെന്താണ്? ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സമാധാനം. അതേ മക്കളെ, ക്രിസ്തുവിന്റെ ക്രൂശ് ഗോൽഗോഥായിൽ ഉയർന്നത് മുതൽ ആ സ്ഥലത്തിന്റെ സ്ഥിതി മാറി. മുമ്പ് ഭീതിയോടെ മാത്രം ആ ദേശത്തെ മനുഷ്യർ നോക്കിയിരുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് ആമേൻ, ലോകമാസകലമുള്ള ജനങ്ങൾ തങ്ങളുടെ ഭയം മാറ്റാൻ വേണ്ടി നോക്കുന്ന ഇടമായി മാറി ഗോൽഗോഥ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഞ്ചാമത്തെ സ്ഥലം ഒലിവുമലയാണ്. ഒലിവുമല. ക്രിസ്തുവിന് മുമ്പുള്ള ഒലിവുമല എങ്ങനെയായിരുന്നു? ഒലിവുമലയുടെ സ്ഥിതി. ക്രിസ്തുവിന് ശേഷം ഒലിവുമലയുടെ സ്ഥിതി എന്തായി മാറി? ഇനി ഒലിവുമലയുടെ സ്ഥിതി എന്തായിത്തീരും? ആമേൻ. പ്രിയരെ, ഈ ഒലിവുമല തോറ്റുപോയവൻ, നിന്ദിക്കപ്പെട്ടവൻ, അപമാനം ഏറ്റുവാങ്ങിയവൻ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒളിച്ചിരുന്ന സ്ഥലമാണ്. മറ്റാരുമല്ല, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ അനുഭവം. ദാവീദ് രാജാവ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ഹല്ലേലൂയ. തന്റെ മകനായ അബ്ശാലോം പ്രാണന് വിരോധമായി എഴുന്നേറ്റപ്പോൾ കിരീടം ചൂടേണ്ട തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നു കയറിയ സ്ഥലം ഒലിവുമല. ആരും തന്നെ മനസ്സിലാക്കാതിരിക്കാൻ, ആളു തിരിച്ചറിയാതിരിക്കാൻ അഭിഷിക്തൻ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒളിച്ചു നടന്ന സ്ഥലമാ ഒലിവുമല. പ്രൈസ് ദി ലോർഡ്. സുവർണ പാതുകം ധരിക്കേണ്ട കാലുകളിൽ ചെരുപ്പ് പോലും ഇടാതെ ദൈവപൈതൽ നടന്നലഞ്ഞ സ്ഥലം ഒലിവുമല. അഭിഷിക്തൻ കരഞ്ഞുകൊണ്ട് നടന്ന സ്ഥലം ഒലിവുമല. പൂർവാവസ്ഥയാണ്. നിരാശയുടെ, പരാജയത്തിന്റെ, കണ്ണുനീരിന്റെ സ്ഥാനമായിരുന്ന ഒലിവുമലയുടെ മധ്യഭാഗത്താണല്ലോ ഗത്സമന. നമ്മുടെ കർത്താവ് തന്റെ പ്രാർത്ഥനാ മുറിയാക്കിയ ഗത്സമന. ദൈവത്തിന്റെ രക്തം വീണു കുതിർന്ന മണ്ണ്, അതാണ് ഒലിവുമല. ദാവീദ് തലമൂടി ചെരുപ്പിടാതെ കരഞ്ഞുകൊണ്ട് നടന്നു കയറിയ ഒലിവുമലയ്ക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം നിമിത്തം
പിൽക്കാലത്തുണ്ടായ വ്യത്യാസം എന്റെ മക്കളെ വളരെ വലുതായിരുന്നു. ദാവീദ് തല മൂടി ചെരുപ്പിടാതെ കരഞ്ഞുകൊണ്ട് നടന്നു കയറിയ ഒലിമല ദാവീദ് പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് വേദിയായി തീർന്നു. ആമേൻ. പ്രിയ പിതാവേ, നീ കരഞ്ഞുകൊണ്ട് നടന്ന ഇടങ്ങളിൽ നിന്റെ സന്തതിയെ അഭിമാനത്തോടെ തല ഉയർത്തി നടത്തുന്ന ദൈവത്തെയാ നീ സേവിക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? മാതാവേ, നീ നെഞ്ചുരുകി കരഞ്ഞുകൊണ്ട് തല കുനിച്ച് നടന്ന ദേശത്ത് ദൈവം നിന്റെ തലമുറയുടെ തല ഉയർത്തി നടത്തുവാനിടയാക്കും. ആമേൻ. ദാവീദ് തലയിൽ മുണ്ടിട്ട് കരഞ്ഞുകൊണ്ട് നടന്ന ഒലിവുമലയിൽ ദാവീദ് പുത്രനായ ക്രിസ്തു മഹത്വധാരിയായി ഇറങ്ങി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഈ ഭൂമിയെ ഭരിക്കാൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ ഇറങ്ങി വരുമ്പോൾ താൻ കാലു ചവിട്ടുന്നതും ഒലിവുമലയിലാണ്. ആമേൻ. ആരുടെയും കണ്ണിൽപ്പെടാതെ ദാവീദ് തലയിൽ മുണ്ടിട്ട് നടന്ന ഒലിവുമലയിൽ വസ്ത്രാലങ്കൃതനായി തേജോരൂപിയായി 10,000ങ്ങളിൽ പരമസുന്ദനായി മഹത്വവാനായ ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദാവീദ് പുത്രൻ അവൻ ഏത് കണ്ണും, ഹല്ലേലൂയ, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ദാവീദ് ആരും കാണാതെ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് ഒരു മലയിലേക്ക് കയറിയതെങ്കിൽ ദാവീദ് പുത്രനായ ക്രിസ്തു ഹല്ലേലൂയ 10,000ങ്ങളിൽ പരമസുന്ദരനായി വസ്ത്രാലങ്കൃതനായി തേജോരൂപിയായി ഒരു മലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ആമേൻ. ഒരിക്കൽ അപമാനത്തിന്റെ സ്ഥാനമായിരുന്ന ഒലിവുമല ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ദിനം വരുന്നു. അഭിഷിക്തൻ കരഞ്ഞുകൊണ്ട് നടന്ന സ്ഥലം ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രതിഫലം വിഭജിച്ചു കൊടുക്കുന്ന ഇടമായി മാറും. ആമേൻ. ദൈവത്തിന്റെ ചോര വീണ് കുതിർന്ന സ്ഥലം മുഴു ലോകത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുക. സക്കറിയ പ്രവചനം നോക്കൂ, 14-ാം അധ്യായം 4-ാം വാക്യം. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അന്ന് ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി പിളർന്നു പോകും. നടുവിൽ വലിയൊരു താഴ്വരയുണ്ടാകും. അതിന് യഹോശാഫാത്ത് താഴ്വര എന്ന് പേരാകും. എന്റെ മക്കളെ, അവിടെയാണ് നമ്മുടെ കർത്താവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രതിഫലം വിഭജിക്കുവാൻ തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യണം. നിന്റെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം, നിന്റെ കണ്ണുനീരിനുള്ള പ്രതിഫലം, നീ കർത്താവിന് വേണ്ടി നിന്നതിനുള്ള പ്രതിഫലം, നീ അപമാനം ഏറ്റുവാങ്ങിയതിനുള്ള പ്രതിഫലം, കവലയിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചുള്ള പ്രതിഫലം, ദൈവത്തെ ആരാധിച്ചുള്ള പ്രതിഫലം നിന്റെ മുൻപിൽ നിന്റെ മടിയിൽ അമർത്തി കുലുക്കി കവിയുന്ന അളവായി അളന്നു തരുവാൻ ദൈവപുത്രൻ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കുന്നത് ആമേൻ ഒലിവുമലയുടെ ഒലിവുമല രണ്ടായി പിളർന്നതിന്റെ നടുവിൽ വെളിപ്പെടുന്ന യഹോശാഫാത്ത് താഴ്വരയിലായിരിക്കും. എന്റെ മക്കളെ, പ്രാണപ്രിയന്റെ പാദസ്പർശനമേൽക്കാൻ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഒലിവുമല തയ്യാറായി കഴിഞ്ഞു. എന്റെ ബഹുമാൻ ശ്രോതാക്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? എന്റെ കുഞ്ഞ്, നിനക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെ, നീ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും കാഹളം ധ്വനിക്കും. പ്രധാന ദൂതന്റെ ശബ്ദം മുടങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ രൂപാന്തര ശരീരികളായി കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഭൂവാസികളെ ചവിട്ടിമതിക്കാൻ അധർമ്മമൂർത്തി സർവാധികാരിയായി വെളിപ്പെടുന്ന കാലം വരുന്നു. കുഞ്ഞെ, ചൂള പോലെ കത്തുന്ന ആ ദിവസം, അന്ന് വേരും കൊമ്പും ശേഷിപ്പിക്കത്തില്ല. അഹങ്കാരികളെല്ലാം താളടിയാകുന്ന ദിവസം, ദൈവത്തെ മറക്കുന്നവർ നിത്യശിക്ഷയ്ക്കായി കൈവിടപ്പെടുന്ന ദിവസം. ആമേൻ. ഇനി കാലമേറെ ഉണ്ടെന്ന് ചിന്തിക്കരുതേ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. മക്കളെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദൈവപുത്രനെ അഭയം പ്രാപിക്കുവാൻ ഈ പുലരിയിൽ മക്കളെ കർത്താവ് നിനക്ക് അനുവദിച്ചു തന്ന സമയമാണിത്. ആമേൻ. പിന്നെയാകട്ടെന്ന് ചിന്തിക്കരുത്. കർത്താവിനോട് പ്രാർത്ഥിക്ക്. യേശുവിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്ക്. വിശുദ്ധിയോടെ ജീവിക്കുന്നു തീരുമാനിക്ക്. കർത്താവ് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. കർത്താവിനെ എതിരേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. മക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് സ്ഥിതി മാറിയ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിനങ്ങളിൽ നമുക്ക് അതും ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത വചനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എളിയവൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിൽ നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. അതുവരെ ആമേൻ. സർവ്വകൃപാലുവായ